ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റി കറിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത് ഊണ് കഴിക്കാനായാലും ചപ്പാത്തിക്കായാലും ദോശയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ്, നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനി കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൊട്ടറ്റോയും കുറച്ച് കോവയ്ക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ കോവയ്ക്കയും പൊട്ടറ്റോയും കുറേ നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നല്ലപോലെ കഴുകി കോവയ്ക്കയുടെ അതിനെ കടയും തലയൊക്കെ നല്ലപോലെ കട്ട് ചെയ്തു. അതിനുശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം എല്ലാം നീളത്തിലാണ് കേട്ടോ നുറുക്കുന്നത്. പൊട്ടറ്റോ ഒക്കെ നീളത്തിൽ നുറുക്കി വീണ്ടും ഒന്നും കൂടി നീളത്തിൽ 2 കഷ്ണമാക്കുകയാണ് കേട്ടോ. ഇതാ കോവയ്ക്ക ഇങ്ങനെ നീളത്തിൽ തന്നെയാണ് കേട്ടോ നുറുക്കുന്നത്. കുറച്ച് ദിവസമായി കോവയ്ക്ക ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ ഇന്നൊന്നും കറി വയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് കറി വയ്ക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് കോവയ്ക്ക ഇരിക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ വിചാരിച്ചെന്നാൽ ഇന്ന് ഈ കോവയ്ക്ക എടുത്ത് കറി വയ്ക്കാമെന്ന്. പ്രത്യേകിച്ച് ഇപ്പോൾ മണ്ഡലകാലമൊക്കെ അല്ലേ, ഈ സമയത്ത് നമ്മൾ ആരും ഇങ്ങനെ ഇറച്ചി മീൻ അങ്ങനെയൊന്നും നോൺ വെജ് ഒന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് മീൻ കറി കഴിക്കാത്തവർക്കൊക്കെ മീനിൻ്റെ അതേ ടേസ്റ്റിലാണ് മീൻ കറി വയ്ക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കോവയ്ക്ക പൊട്ടറ്റോ കറിക്ക്. അപ്പോൾ അങ്ങനെയാണുള്ള കറിയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കോവയ്ക്കയും പൊട്ടറ്റോയും എല്ലാം ഇങ്ങനെ നല്ല പോലെ നീളത്തിൽ ഇങ്ങനെ നുറുക്കിയെടുത്തു കേട്ടോ. എല്ലാം അങ്ങനെ നല്ലപോലെ നീളത്തിൽ നുറുക്കി. അതിനുശേഷം അത് വീണ്ടും നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് മൂത്തതാണ്, ചിലതൊക്കെ നല്ലപോലെ ഇത്തിരി മൂപ്പായി, എന്നാലും കുഴപ്പമില്ല, കറിക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ്. വീണ്ടും നല്ലപോലെ കഴുകി കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം ഒരു മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് 1.5 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയും ചൂടായപ്പോൾ അതിലേക്ക് 5-6 വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കീറിയതും, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2-3 പച്ചമുളക് ഇങ്ങനെ കീറിയിട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഒരു സബോള ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു. സാധാരണ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സബോളയൊക്കെ മൂപ്പിക്കുകയില്ലേ, അതുമാതിരിയൊക്കെ തന്നെയാണ്. സാധാരണ സിമ്പിളായിട്ട് തന്നെയാണ്, സാധാരണ കറികൾ ഉണ്ടാക്കുന്ന മാതിരിയൊക്കെ തന്നെയാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിക്കുകയാണ് കേട്ടോ. ആ സവോളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കൂടിയും ചെല്ലുമ്പോൾ സവോള വേഗം ഒന്ന് വഴണ്ട് കിട്ടുമല്ലോ. അങ്ങനെ ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് ഇളക്കി അതിലേക്ക് വീണ്ടും 2 സ്പൂൺ, ചെറിയ സ്പൂണാണ്, മല്ലിപ്പൊടിയാണ് കേട്ടോ. 2 ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് ഒന്ന് ഇളക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്, എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടിയല്ല. ഒരു 1.5 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. പച്ചമണം പോകാനായിട്ട് വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം നമ്മൾ നുറുക്കി കഴുകി വെച്ചിരുന്ന പച്ചക്കറി ഉണ്ടല്ലോ, ക്യാരറ്റും കോവയ്ക്കും പൊട്ടറ്റോയും, അത് ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മസാലയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മുപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ കഷ്ണത്തുമ്മ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കഷ്ണം വേവാനായിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്നു. കഷ്ണങ്ങളൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കറിവേപ്പില ഇട്ടുണ്ടായില്ല, 5-6 കറിവേപ്പിലയുടെ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച് ആ തക്കാളി ചേർത്ത് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി. അതിനുശേഷം നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, മീനിലിട്ട് വയ്ക്കുന്ന കുടംപുളി, ആ കുടംപുളി എടുത്തിട്ട് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 4 കഷ്ണമാക്കി കേട്ടോ. നീളത്തിൽ തന്നെയാണ്. അത് 4 കഷ്ണമാക്കി അതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി ചേർത്തു. കഷ്ണങ്ങളൊന്നും അങ്ങനെ ഉടയാതെ കൊണ്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു. ഒന്ന് പരത്തിയിട്ടു കേട്ടോ, കഷ്ണം അവിടെയുണ്ട്. അതിനുശേഷം അതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. 2ാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ 2ാം പാല്, തേങ്ങയുടെ 2ാം പാല് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി വീണ്ടും എല്ലാ കഷ്ണങ്ങളും ആ തേങ്ങാപ്പാലിൽ ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്നും കൂടി 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അടുപ്പ് തുറന്നു. അപ്പോൾ കറിയൊക്കെ നല്ല തിളച്ചു കേട്ടോ. നല്ല തിളച്ച് പാകമായിട്ടുണ്ട്. കറിയൊക്കെ ഏതാണ്ട് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ആ തക്കാളിയും ആ കുടംപുളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങി വന്നു. കഷ്ണങ്ങളൊക്കെ ഒരുവിധം വേവാൻ തുടങ്ങി, വെന്ത് വന്നു. നല്ലപോലെ തിളച്ചു, നല്ല പാകമായി. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ കറി? കാണാൻ തന്നെയല്ല, നല്ല ടേസ്റ്റുള്ള കറിയാണ്. നല്ലപോലെ ഒന്ന് പരത്തി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കഷ്ണം ഒന്നും അധികം അങ്ങനെ ഉടയാതെ കണ്ട് പതുക്കെയാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് തേങ്ങയുടെ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നപ്പോൾ തേങ്ങയുടെ ആദ്യത്തെ പാലും കൂടി ഒഴിച്ചു കൊടുത്തു. ആദ്യത്തെ പാലും കൂടി ഒഴിച്ചപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയായി കേട്ടോ. നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ്. ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് പതുക്കെ തിളവരാൻ തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തു. മല്ലിയില ഇട്ട് ചേർത്ത് ഒന്ന് പതുക്കെ അടച്ചു വെച്ചു. അതിനുശേഷം അടുപ്പ് തുറന്ന് ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗരം മസാലപ്പൊടി ഇട്ടുണ്ടായില്ല. ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള കറികൾ ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.